കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് ഫോം സം ഓഫ് പ്രോഡക്റ്റ് ഫോമിനെ നമ്മൾ ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു എ പ്ലസ് ബി സി എന്നാണെങ്കിൽ എയിൽ ബിയും സിയും ഇല്ല. അപ്പോൾ നമ്മൾ ബിയും സിയും വരുത്താൻ വേണ്ടിയിട്ട് എ ഇൻറ്റു ബി പ്ലസ് ബി ഡാഷും അതുപോലെ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ സി പ്ലസ് സി ഡാഷും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് ടേമിൽ എയുടെയും ബിയുടെയും സിയുടെയും ടേംസിൽ കൊണ്ടുവന്നു. രണ്ടാമത്തത് ബി സി ആണെങ്കിൽ അതിനകത്ത് എ എന്ന് പറയുന്ന ടേമിൽ, സോ അതിന് നമ്മൾ എ പ്ലസ് എ ഡാഷ്. അപ്പോൾ എ പ്ലസ് എ ഡാഷ് എന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂവിന് വ്യത്യാസം വരാണ്ടിരിക്കാനാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എ പ്ലസ് എ ഡാഷ് അല്ലെങ്കിൽ ബി പ്ലസ് ബി ഡാഷ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മളത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാത്തിലും എയും ബിയും സിയും ആണ് നമ്മുടെ ഫംഗ്ഷനകത്ത് വരുന്നതെങ്കിൽ ഈച്ച് ആൻഡ് എവറി ടേമിൽ എയും ബിയും സിയും വരത്തക്ക രീതിയിൽ എഴുതുക. അതിനെ നമ്മൾ മിൻ ടേംസിൻ്റെ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്ത് M0 ആണെങ്കിൽ M0, M1, M2 ദെൻ അതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ ഓഫ് അങ്ങനെയാണ് ചെയ്യാറ്. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ബി സി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എ പ്ലസ് ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് പ്ലസ് ബി ഡാഷ് പ്ലസ് സി ഡാഷ്. അത് കാണുമ്പോഴേ നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് സം എന്ന ഫോമിലാണ്, പോസ് ഫോമിലാണ്. അപ്പോൾ പോസ് ഫോമിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു വേരിയബിൾ ഇല്ല എങ്കിൽ ആ വേരിയബിൾ ചേർക്കണം. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് പ്രോഡക്റ്റ് ഓഫ് സമ്മും ഒന്ന് സം ഓഫ് പ്രോഡക്റ്റുമാണ്. സം ഓഫ് പ്രോഡക്റ്റിൽ എ ഇല്ല എങ്കിൽ എ പ്ലസ് എ ഡാഷ് എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നത്. കാരണം എ പ്ലസ് എ ഡാഷ് 1 ആണ്. എന്നാൽ നമ്മുടെ കറസ്പോണ്ടിങ് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് പ്രോഡക്റ്റ് ഫോമിലാണ്, പ്രോഡക്റ്റ് ഓഫ് സം ഫോമിലാണ്, പോസ്റ്റ് ഫോമിലാണ് വേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എക്സ് ഡാഷ് എന്ന് പറയുന്നത് 0 ആണ്. 0 വെച്ച് ചെയ്യുമ്പോൾ ആ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. എന്തുകൊണ്ട് എക്സ് ഡാഷ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനം പ്രോഡക്റ്റ് ഓഫ് സം ഫോമിൽ വേണം. മറ്റേത് നമ്മൾ എക്സ് പ്ലസ് എക്സ് ഡാഷ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് സം ഓഫ് പ്രോഡക്റ്റ് ഫോമിലായിരിക്കും വരുന്നത്. സോ നമുക്കിവിടെ വേണ്ടുന്നത് പ്രോഡക്റ്റ് ഓഫ് സം. പ്രോഡക്റ്റ് ഓഫ് സമ്മിലേക്ക് വേണമെങ്കിൽ ഇല്ലാത്ത ടേമിന് എങ്ങനെ എഴുതും? എക്സ് ഡാഷ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഫോമാണ് എഴുതുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ ഫസ്റ്റ് ടേം സി എന്ന് പറയുന്നതാണ്, അതിനകത്ത് എയും ബിയും ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം എ ചേർക്കാൻ വേണ്ടിയിട്ട് സി പ്ലസ് എ ഡാഷ് കൊടുത്തു. സി പ്ലസ് എ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലോ പഠിച്ചിട്ടുണ്ട്, എ പ്ലസ് ബി സി എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി. അപ്പോൾ സി പ്ലസ് എ ഇല്ലെങ്കിൽ എ പ്ലസ് സി ഇൻറ്റു എ ഡാഷ് പ്ലസ് സി ആയി. ഇനി അതിനകത്ത് ബിയുടെ ടേമും കൂടെ വേണം. സോ ബിയുടെ ടേമും കൂടെ വരാൻ വേണ്ടിയിട്ട് എ പ്ലസ് സി ഇൻറ്റു എ ഡാഷ് പ്ലസ് സി പ്ലസ് ബി ഡാഷ്, ബിയുടെ ടേമും കൂടെ വേണം. സോ അപ്പോൾ ഓരോ ടേമിനകത്തും ബി എഴുതി. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ നേരത്തെ അതേ റൂൾ അപ്ലൈ ചെയ്ത് ബി ഡാഷ് എന്ന് പറയുന്നത് ഒരു ടേമായിട്ടും എ പ്ലസ് സി എന്ന് പറയുന്നത് വേറൊരു ടേമായിട്ടും. അപ്പോൾ എ പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി. ഇവിടെ എക്ക് പകരം എ പ്ലസ് സി ആണ്. അപ്പോൾ എ പ്ലസ് സി പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി പ്ലസ് ബി ഡാഷ്, ആ രീതിയിൽ ടേംസ് വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എഴുതുന്നു. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എ പ്ലസ് ബി ഡാഷ് ആണ്, അതിനകത്ത് സി ഇല്ല. സോ സി വരുത്താൻ വേണ്ടി സി ഡാഷ് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനകത്ത് പ്രോഡക്റ്റ് ഓഫ് സം ഫോമിൽ എഴുതും. മൂന്നാമത്തെ ടേമിൽ എയും ബിയും സിയും ഉണ്ട്, സോ അവിടെ ഒന്നും ചേർക്കേണ്ടതില്ല. അപ്പോൾ അതിനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പൈ ഓഫ് 0, 2, 3, 4, 6, 7 എന്നാണ് കിട്ടുന്നത്. കറസ്പോണ്ടിങ് അതിനെ നമ്മൾ പൈ ഓഫ് എഴുതി സിഗ്മയിലാണ് എഴുതേണ്ടുന്നതെങ്കിൽ എങ്ങനെ എഴുതും? അതിലില്ലാത്ത ടേംസ് വെച്ചിട്ട് എഴുതും. അപ്പോൾ അതേപോലെയുള്ളതാണ് പ്രോഡക്റ്റ് ഓഫ് സം. അപ്പോൾ സം ഓഫ് പ്രോഡക്റ്റിൽ ഒരു ടേം ഇല്ല എങ്കിൽ നമ്മൾ എഴുതുന്നത് എ പ്ലസ് എ ഡാഷ്. അതേസമയം പ്രോഡക്റ്റ് ഓഫ് സമ്മിലാണെങ്കിൽ നമുക്ക് ആ ഒരു വേരിയബിൾ ഇല്ല എങ്കിൽ നമ്മൾ എഴുതുന്നത് എ ഡാഷ്. ഏതാണ് വ്യത്യാസം? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സം ഓഫ് പ്രോഡക്റ്റ് നമുക്ക് വേണ്ടുന്നത് പ്രോഡക്റ്റുകളുടെ സമ്മാണ് വേണ്ടുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എ പ്ലസ് എ ഡാഷ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഓഫ് സമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മുകളുടെ പ്രോഡക്റ്റാണ് വേണ്ടുന്നത്. സോ അവിടെ നമുക്ക് ഒരു ടേമിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എ പ്ലസ് എ ഡാഷ് എഴുതാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്തു? എ ഡാഷ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് കറസ്പോണ്ടിങ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും ഇവിടെ കറസ്പോണ്ടിങ് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് സം ഫോം ഓഫ് സം ഓഫ് പ്രോഡക്റ്റ് ഫോമും കണ്ടുപിടിക്കും. ഓക്കെ,
അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ലോജിക് ഗേറ്റ്സ്. എന്താണ് ലോജിക് ഗേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബൈനറി ഇൻഫർമേഷൻസിനെ സർക്യൂട്ട് രൂപത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലോജിക് ഗേറ്റ്സ്. ഇപ്പോൾ എ പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ ഒരു ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ആ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് ഗേറ്റുകൾ, കുറച്ച് സർക്യൂട്ടറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വേണ്ടുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിക് ഗേറ്റ്സ് അല്ലെങ്കിൽ ഗേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈനറി ഇൻഫർമേഷൻസ് നിർമ്മിക്കാൻ, എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ബൈനറി ഇൻഫർമേഷൻസിൻ്റെ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഗേറ്റ്സ് ആർ ദ ബ്ലോക്സ് ഓഫ് ഹാർഡ്വെയർ ദാറ്റ് പ്രൊഡ്യൂസ് സിഗ്നൽസ് ഓഫ് ബൈനറി 1 or 0. ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0, ആ ഫോമിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതാണ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗേറ്റ് നമ്മൾ കൂടുതലും എടുക്കുന്നത് ഒരുപാട് ഇൻപുട്ട്സ് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ 2 ഇൻപുട്ട് കൊടുക്കുക, ഒരൊറ്റ ഔട്ട്പുട്ട് കിട്ടുക, അങ്ങനെയുള്ള രീതിക്കുള്ളതാണ്. അങ്ങനെയുള്ള ബ്ലോക്കിനെയാണ് നമ്മൾ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 2 ഇൻപുട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് വരിക. ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ 1 ആവുക അല്ലെങ്കിൽ 0. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതിനെയാണ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഗേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ താഴെ തന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ 4 കോളമായിട്ട് നമ്മൾ എഴുതുന്നുണ്ട്. ഫസ്റ്റ് അതിൻ്റെ പേര്, ദെൻ അതിനെ നമ്മൾ ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, ദെൻ ഓൾജിബ്രായിക്ക് അതിൻ്റെ ഫങ്ഷൻ എന്താണ്, ദെൻ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താണ്. നമ്മൾ ആൻഡ് ഫങ്ഷൻ പഠിച്ചതാണ്. ഡോട്ട് ഓപ്പറേറ്റർ ആണ് നമ്മൾ ആൻഡ്. മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ഓപ്പറേഷനാണ് ആൻഡ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. സോ അതിൻ്റെ ഗ്രാഫിക്കൽ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ഡി പോലെ വരയ്ക്കുക, അതിന് 2 ഇൻപുട്ട്, ദെൻ ഒരു ഔട്ട്പുട്ട്. ആ 2 ഇൻപുട്ട്സ് എക്സും വൈയും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എഫ്. അവിടെ നടക്കുന്ന ഫങ്ഷൻ എഫ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. ഇൻപുട്ടുകളെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് വൈ 2 ഇൻപുട്ട്സ് ഉണ്ടെങ്കിൽ, 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം 4 കോമ്പിനേഷൻസാണ് വരുന്നത്. 0 0 0 1 1 0 1 1. ഇനി അതിനെ നമ്മൾ ടേബിൾ ഫോമിൽ എഴുതുമ്പോഴാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഫങ്ഷൻ കിട്ടുന്നത്. എക്സ് ഇൻറ്റു വൈ, അതായത് 0 ഇൻറ്റു 0 ആണെങ്കിൽ 0 ആയിരിക്കും ഔട്ട്പുട്ട്, 0 ഇൻറ്റു 1 ആണെങ്കിലും 0 ആണ് ഔട്ട്പുട്ട്, 1 ഇൻറ്റു 0 ആണെങ്കിൽ 0 ആണ് ഔട്ട്പുട്ട്, 1 ഇൻറ്റു 1 ആണെങ്കിൽ 1 ഈസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആൻഡ് ഗേറ്റ്. രണ്ടാമത്തത് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് നമ്മൾ പഠിച്ചതാണ്, പ്ലസ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതതിൻ്റെ അഡീഷൻ ഫങ്ഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എക്സ് വൈ നമ്മൾ കൊടുത്തിരിക്കുന്ന സിമ്പിൾ നോക്കുക, അതിനകത്ത് എക്സും വൈ ഇൻപുട്ട്സ്, എഫ് ഈസ് ദ ഔട്ട്പുട്ട്. അവിടെ ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് എക്സ് വൈ ഇൻപുട്ട്സ്, എഫ് ഈസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ 0 0 ആണെങ്കിൽ 0, 0 1 ആണെങ്കിൽ 1, 1 0 ആണെങ്കിൽ 1, 1 1 ആണെങ്കിൽ 1. ബൈനറി അഡീഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ലോജിക്കൽ അഡീഷനാണ്. ദെൻ നെക്സ്റ്റ് നോട്ട് ഗേറ്റ്. നോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കോംപ്ലിമെൻറ്റ് കാണിക്കുന്നതാണ് നോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ് എന്നെടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും നോട്ട് ഗേറ്റ്. അപ്പോൾ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും വരുന്നതാണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഈ എക്സ് ദെൻ നോട്ട് ഗേറ്റിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എക്സ് ഡാഷ് ആയിരിക്കും. അപ്പോൾ അതിന് ഒരു വേരിയബിൾ ആണെങ്കിൽ 2 കോമ്പിനേഷൻ, 0 അല്ലെങ്കിൽ 1. 0 ആണെങ്കിൽ ഔട്ട്പുട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റായ 1ഉം, 1 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റായ 0 ആയിരിക്കും. ദെൻ ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യിക്കുന്ന, എക്സിൻ്റെ വാല്യൂ എന്താണോ അത് അതുപോലെ ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഒരു ഗേറ്റാണ് ബഫർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്താണോ അത് തന്നെ കൊടുക്കും. 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 1. ദെൻ നെക്സ്റ്റ് നാൻഡ് ഗേറ്റ്. നാൻഡ് എന്ന് പറഞ്ഞാൽ NAND ആണ്. അതിൻ്റെ മീനിങ് നോട്ട് ആൻഡ് എന്നാണ്, അല്ലെങ്കിൽ ആൻഡ് നോട്ട് എന്നാണ്. ആൻഡിനെ നോട്ട് ചെയ്യുക, അതാണ് നാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻഡ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ ഒരു ഡി പോലെ, അതിൻ്റെ അവിടെ ഒരു ബബിളും കൂടെ കൊടുക്കുമ്പോൾ നാൻഡ് ഗേറ്റായി. ഓക്കെ, അവിടെ നടക്കുന്ന ഓപ്പറേഷൻ ആൻഡിൻ്റെ കോംപ്ലിമെൻറ്റ്. ആൻഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ, അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു വൈ 0 0 ആണെങ്കിൽ എക്സ് ഇൻറ്റു വൈ 0 ആണ്, പക്ഷേ അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1 ആണ്. 0 1 കേസിൽ എക്സ് ഇൻറ്റു 1 എന്ന് പറയുന്നത്, എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് 0 ഇൻറ്റു 1 ദാറ്റ് ഇസ് 0. 0ൻ്റെ കോംപ്ലിമെൻറ്റ് 1. ഇനി 1 0 ആണെങ്കിൽ 1 ഇൻറ്റു 0 0 ആണ്, 0യുടെ കോംപ്ലിമെൻറ്റ് 1 ആണ്.
1 × 1 1 ആണ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോർ ഗേറ്റ്. അപ്പോൾ ഓർ ഗേറ്റിൽ ഒരു ബബിളും കൂടി ഇടുമ്പോൾ നോർ ഗേറ്റായി. നോർ ഗേറ്റ് എന്ന് പറയുന്നത് ഓർ ഗേറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ആണെങ്കിൽ നോറിന് എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ദ ഹോൾ കോംപ്ലിമെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 0 0 കൊടുക്കുകയാണെങ്കിൽ 0 + 0 ഈസ് 0. 0ൻ്റെ കോംപ്ലിമെൻറ്റ് 1. അടുത്തത് 0 1 ആണെങ്കിൽ 0 + 1 ഈസ് 1. 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0. 1 0 ആണെങ്കിൽ 1 + 0 ഈസ് 1. 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0. ദെൻ 1 1 കേസ് ആണെങ്കിൽ 1 + 1 അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 0. ഓക്കെ, അതായിരിക്കും നോർ ഗേറ്റ്.